ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോകൾ ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഒട്ടുമിക്ക ആളുകളും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. ഒപ്പം തന്നെ പറയുന്ന ഒരു പരാതിയാണ്, നമ്മുടെ ഫേസ്ബുക്കിൽ കുറച്ചു ദിവസങ്ങൾ മുന്നേ വരെ ഫേസ്ബുക്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ട്യൂബ്മേറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകളോ ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത്. അതിന് ഉത്തരവാദി ഞാനല്ല, ഫേസ്ബുക്കിന്റെ തന്നെ പുതിയ അപ്ഡേഷനിൽ അവർ അത് സൗകര്യം ഒഴിവാക്കിയതാണ്. നമുക്കിന്ന് അതിനു മുന്നേ നിങ്ങൾക്ക് ഞാൻ ക്രോം ഉപയോഗിച്ച് എങ്ങനെയാണ് ഫേസ്ബുക്കിലുള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നിരുന്നു. എന്നാൽ ക്രോം ഉപയോഗിച്ച് പല ആളുകൾക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ മടിയാണ്. കാരണം നമ്മുടെ ഫേസ്ബുക്കിന്റെ ആപ്പ് ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യുന്ന സുഖം എന്തായാലും നമ്മുടെ ഒരു ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ ആപ്പിൽ നിന്നുള്ള ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോം തന്നെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിന്റെ ആപ്പുമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ മാത്രം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്കൊരു വീഡിയോ നമുക്ക് നോക്കാം. നമുക്ക് ഷെയർ ചെയ്യേണ്ട, നമുക്കല്ലെങ്കിൽ സേവ് ചെയ്തെടുക്കേണ്ട വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഏതെങ്കിലും വീഡിയോ ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഒരു വീഡിയോ കാണുന്നുണ്ട്. ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് നമ്മളിവിടെ സേവ് ഓപ്ഷൻ കൊടുത്ത് നമ്മളിത് സേവ് ചെയ്യുകയായിരുന്നു പതിവ്. സേവ് ചെയ്തതിനു ശേഷം നമ്മളത് ഇവിടെ നിന്നും സേവ് ചെയ്ത് സേവ് ഫോൾഡറിൽ പോയി നമുക്ക് സേവ് ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി എന്നല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത്. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, ഡൗൺലോഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മളിതിനൊരു വീഡിയോ കണ്ടു. നമുക്ക് ഷെയർ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ആസ് മെസ്സേജ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേരിലേക്ക് ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഐഡി സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റുള്ള സുഹൃത്തുക്കളുടെ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു മടിയെ തോന്നുകയാണെങ്കിൽ ഒരു ഫേക്ക് ആയിട്ട് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിക്കാം. ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിക്കുക എന്നുള്ളത് വലിയ പണിയുള്ള ഒരു കാര്യമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ശേഷം ഏതെങ്കിലും ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുക. ആ സുഹൃത്തിന്റെ പേരിലേക്ക് ഈ വീഡിയോ നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഇതുപോലെയായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതുപോലെ ഒരു ലിങ്കുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിന്റെ കൊടുത്ത ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ലിങ്കിന് പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബ്രൗസർ ഏതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈലുള്ളത് ക്രോമും ഇന്റർനെറ്റുമാണ്, സാധാരണ. അത് ക്രോം സെലക്ട് ചെയ്ത് ജസ്റ്റ് വൺസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒപ്പം തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസറിനകത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം. വീണ്ടും കംപ്ലീറ്റ് ആക്ഷൻ യൂസിംഗ് എന്നുള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ക്രോം തന്നെ സെലക്ട് ചെയ്യുക, ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രോം വഴി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോ പ്ലേ ചെയ്തിട്ട് വീഡിയോ പ്ലേ ആവുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഈ സൈഡിലായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നോക്കുക, നിങ്ങൾക്ക് സേവ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൊടുക്കുക. ഡൗൺലോഡിംഗ് സ്റ്റാർട്ട് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ അത് ഡൗൺലോഡിംഗ് സ്റ്റാർട്ടിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് വന്ന് നമുക്ക് നമ്മുടെ സാധാ ഫേസ്ബുക്കിന്റെ ആപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. നമ്മുടെ ഫേസ്ബുക്കിന്റെ ആപ്സിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഈ ഒരു വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വഴി എന്നുള്ളത് ഇതാണ്. അല്ല എങ്കിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക, നേരിട്ട് നിങ്ങൾ ചെയ്യുക. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യുന്നത് ഫേസ്ബുക്കിന്റെ ആപ്സ് വഴിയും, എന്നാൽ വീഡിയോ മാത്രം നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഇതിനകത്തുള്ളത്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിർത്തുന്നു. നന്ദി, മൈ ഡിയർ ഫ്രണ്ട്സ്.